നമസ്കാരം. 37 പ്രാവശ്യം സുപ്രീം കോടതിയിൽ മാറ്റിവയ്ക്കപ്പെട്ട ലാവ്ലിൻ കേസിൽ ഉൾപ്പെടെ കക്ഷി ചേർന്നുകൊണ്ട് പിണറായി വിജയനെതിരെ ശക്തമായ മുന്നേറ്റം നടത്താൻ ഒരുങ്ങുകയാണ് നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ച PV അൻവർ. കമ്മ്യൂണിസത്തെ സംരക്ഷിക്കുക, അതായത് പിണറായിസത്തെ ചവിട്ടി ഒതുക്കി മാറ്റി നിർത്തുക, ഇതാണ് PV അൻവർ ലക്ഷ്യമിടുന്നത്. 3.0 ലക്ഷ്യമാക്കിക്കൊണ്ട് പിണറായി വിജയൻ ഇനി ഒരിക്കലും കേരള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് PV അൻവർ പറയുന്നത്. പിണറായി വിജയനെ ഈ വിധത്തിൽ ഒതുക്കി നിർത്തുന്നതിന് വേണ്ടി, അഥവാ CPMന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി കണ്ണൂരിലെ ഒരു പറ്റം CPM നേതാക്കളുടെ പിന്തുണ PV അൻവറിനുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് തന്നെ കൃത്യമായ ചില ലക്ഷ്യങ്ങളോട് കൂടി തന്നെയാണ്. കേന്ദ്രത്തിലെ BJP സർക്കാരുമായി അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്തിടപഴകുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ ചേരുക വഴി തനിക്കുള്ള നിരവധി കേസുകളിൽ നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ യാതൊരു വിധത്തിലുള്ള ശല്യങ്ങളും ഇല്ലാതിരിക്കുവാൻ വേണ്ടി PV അൻവർ മമതാ ബാനർജിയിലൂടെ തൃണമൂൽ കോൺഗ്രസിലൂടെ ഒരു പാലമിട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ അതേസമയം കേരളത്തിലെ UDFുമായി ചേർന്ന് പോകുവാനും PV അൻവർ ധാരണയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ UDFിൻ്റെയും കേന്ദ്രത്തിൽ തൃണമൂൽ കോൺഗ്രസ് വഴി BJPയുടെയും പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് PV അൻവർ തൻ്റെ രാഷ്ട്രീയകാര്യ ജീവിതവും വ്യക്തിജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും ഇത് തന്നെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടുകൂടി കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഇനി PV അൻവറിനെ അത്തരത്തിൽ ശിക്ഷിക്കാനാവില്ല എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അയോഗ്യനാക്കാൻ കഴിയില്ല എന്ന് തന്നെയുള്ള CPMന്റെ കണക്കുകൂട്ടലുകളാണ് ഇവിടെ വലിയ വിനയായി തീർന്നിരിക്കുന്നത്. സ്വതന്ത്ര MLA ആയ PV അൻവറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഏത് വിധേനയും അയോഗ്യനാക്കുക എന്നുള്ളതായിരുന്നു CPMന്റെ ലക്ഷ്യം. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതോടുകൂടി ഇപ്പോൾ PV അൻവറിനെ അത്തരത്തിൽ തളയ്ക്കാൻ സാധ്യമല്ല എന്ന് തന്നെ CPM മനസ്സിലാക്കിയിരിക്കുന്നു. CPMന്റെ ഈ നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു മുഴം നീട്ടിയെറിഞ്ഞാണ് PV അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് എന്നുകൂടി പറയപ്പെടുന്നു. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും അതേ തുടർന്ന് 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും PV അൻവറിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ PV അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിന്റെ സാന്നിധ്യം കേരളത്തിൽ CPMന് തലവേദന ഉണ്ടാക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ വേരുകളില്ല എന്നുണ്ടെങ്കിലും PV അൻവർ കൃത്യമായി തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ വേരുകൾ ഉണ്ടാക്കി കൊടുക്കാം എന്ന ധാരണ തന്നെയാണ് മമതാ ബാനർജിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ സമാജ്വാദി പാർട്ടിയുമായി അഖിലേഷ് യാദവുമായി PV അൻവർ ഇക്കാര്യത്തിൽ ഒരു പ്രാഥമിക ചർച്ച നടത്തിയിരുന്നെങ്കിലും ജനുവരി 20 ശേഷം മാത്രമേ PV അൻവറുമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇനിയുള്ളൂ എന്നുള്ള അഖിലേഷ് യാദവിൻ്റെ മറുപടിയെ തുടർന്നാണ് PV അൻവർ ബംഗാളിൽ മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതും തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതും. എന്നാൽ ബംഗാളിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബംഗാളിൽ ഒഴിവ് വരുന്ന ഏതാണ്ട് 12ഓളം രാജ്യസഭാ സീറ്റുകളിൽ ഒന്നിൽ കണ്ണ് നട്ടുവെച്ചുകൊണ്ട് തന്നെയാണ് PV അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. അഥവാ ബംഗാളിൽ നിന്നും രാജ്യസഭാ സീറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് PV അൻവർ മമതാ ബാനർജിയുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഉടമ്പടി. അതിനു പകരം കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് അടിത്തറയുണ്ടാക്കുക എന്നത് PV അൻവർ മമതാ ബാനർജിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ബംഗാളിലൂടെ PV അൻവറിനെ രാജ്യസഭയിലേക്ക് എത്തിക്കാം എന്ന് മമതാ ബാനർജിയും തത്വത്തിൽ ധാരണയുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ PV അൻവർ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ശക്തമായ അടിത്തറ ഉണ്ടാക്കിയിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PV അൻവറിന്റെ DMK മോഹൻ തടഞ്ഞത് പിണറായി വിജയൻ തന്നെയാണ്. അതുപോലെ തന്നെ ലീഗിലേക്കുള്ള PV അൻവറിന്റെ പ്രവേശനത്തിനും തടയിട്ടത് PV അൻവർ തന്നെയാണ്. എന്നാൽ ലീഗുമായി PV അൻവറിന് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സ്വരച്ചേർച്ചയും ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവി ഏത് വിധേനയും തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് PV അൻവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലക്ഷ്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വന നിയമ ഭേദഗതിക്കെതിരെ മലയോര കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് PV അൻവർ സമരമുറകൾ ആരംഭിച്ചതും നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതും. എന്നാൽ ഈ മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് PV അൻവറിന്റെ DMK പ്രവർത്തകർ പൂട്ടിക്കിടന്ന നിലമ്പൂർ ഓഫീസ് തകർത്തതിൻ്റെ പേരിൽ തന്നെയാണ് PV അൻവറിന് ഒരു ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നതും.
എന്തായാലും ഒരു ദിവസം ജയിലിൽ കഴിഞ്ഞ PV അൻവർ പുറത്തിറങ്ങിയപ്പോൾ പഴയതിലും അധികം ശക്തിയോടുകൂടി തന്നെയാണ് PV അൻവറിൻ്റെ രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിലുള്ള പ്രതിച്ഛായയ്ക്ക് ഒരു വർധനവുണ്ടായത്. PV അൻവർ ഏത് വിധേനയും പിണറായി വിജയനെ രാഷ്ട്രീയമായി കെട്ടുകെട്ടിച്ചിട്ട് ഇനി കേരളത്തിൽ താൻ വിശ്രമിക്കുകയുള്ളൂ എന്ന തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വന നിയമ ഭേദഗതി നിയമപ്രകാരം മലയോര കർഷകർക്ക് ഇനി വനത്തിനുള്ളിൽ കടക്കുവാനോ വനവിഭവങ്ങൾ ശേഖരിക്കുവാനോ, എന്തിന് വനത്തിൽ നിന്നും പാഴ്മരങ്ങൾ ഉണങ്ങി വീഴുന്ന വിറക് പോലും ശേഖരിക്കാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമ്പോൾ വനാതിർത്തിയിൽ കഴിയുന്ന, വനത്തോട് ചേർന്ന് കഴിയുന്ന മലയോര കർഷകർക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഭവിഷ്യത്തുകൾ ഉണ്ടാവുക എന്നാണ് PV അൻവർ എടുത്തു പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെ വന നിയമ ഭേദഗതിക്കെതിരെ മലയോര കർഷകരുമായി കൂട്ടുചേർന്ന് സമരം ചെയ്യും എന്ന് PV അൻവർ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് പിണറായി വിജയനെ വിരളി പിടിപ്പിക്കുന്നു. ഇടുക്കി കേന്ദ്രീകരിച്ച് താമസിക്കുന്ന 70% അധികമുള്ള മലയോര കർഷകരെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ PV അൻവർ ഇത്തരത്തിലൊരു മുന്നേറ്റം നടത്തുകയാണെങ്കിൽ അത് CPM എന്ന മുന്നണിക്ക് വലിയ നാണക്കേടുണ്ടാക്കും. CPM-ന്റെ നട്ടലൊടിക്കുന്ന പ്രവൃത്തി തന്നെയായിരിക്കും എന്ന് തന്നെയാണ് CPM-ലും വിലയിരുത്തപ്പെടുന്നത്. ADGP MR അജിത് കുമാറിന്റെ വിഷയത്തിൽ CPI-യുമായി ഇടഞ്ഞു നിൽക്കുന്ന CPI പരിപൂർണ പിന്തുണ തനിക്കുണ്ടാകും എന്ന പ്രത്യാശയോടുകൂടി തന്നെയാണ് PV അൻവർ മുന്നോട്ട് പോകുന്നത്. CPM നിർദാക്ഷിണ്യം കൊന്നുതള്ളിയ TP ചന്ദ്രശേഖരന്റെ വിധവ KK രമ MLA-യുമായി PV അൻവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്തായാലും യഥാർത്ഥ കമ്മ്യൂണിസത്തിന്റെ വക്താവായി തന്നെ താൻ മുന്നോട്ട് പോകും. തന്നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷമാണ് താൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും പിണറായി വിജയന്റെ പിണറായിസത്തോടായിരിക്കും താൻ സന്ധിയില്ലാത്ത സമരം ചെയ്യുക. പിണറായി വിജയനെ ഏതു വിധേനയും കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ളതാണ് തൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം എന്നുകൂടി PV അൻവർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള ചേക്കേറൽ പിണറായി വിജയനും CPM-നും തലവേദനയുണ്ടാക്കും. ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായി PV അൻവർ രാജ്യസഭയിൽ എത്തും എന്നുകൂടി പ്രതീക്ഷിക്കപ്പെടുന്നു. എന്തായാലും PV അൻവർ എന്ന രാഷ്ട്രീയ പ്രതിയോഗി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കീറാമുട്ടിയായി മാറുന്നു, തലവേദനയായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.